ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നല്ലൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് നമ്മളൊരു പുതിയൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മൊബൈലിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള മൊബൈൽ വാങ്ങാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും വാങ്ങുന്നതും ഇതൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എന്താണ്? മൊബൈലിൻ്റെ മെഗാ പിക്സൽ ആണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത്. മെഗാ പിക്സൽ എത്ര കൂടിയ മെഗാ പിക്സലുള്ള ക്യാമറ ഉള്ള മൊബൈൽ വാങ്ങുന്നു അത്രത്തോളം നല്ല ക്വാളിറ്റി ആ ക്യാമറയ്ക്ക് ഉണ്ടാകും എന്നായിരിക്കും എല്ലാവരും ചിന്തിച്ചിരിക്കുന്നതും. അങ്ങനെ നോക്കി തന്നെയായിരിക്കും എല്ലാവരും മൊബൈൽ വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങുമ്പോൾ നിങ്ങൾ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടിയ മെഗാ പിക്സലുള്ള ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊബൈലിൽ നിന്ന് എടുക്കുന്ന വീഡിയോയ്ക്കോ പിക്ചേഴ്സിനോ നല്ല ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം എന്ന് പറയുന്നത് ഒരു മൊബൈലിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മെഗാ പിക്സലിനെ മാത്രം അടിസ്ഥാനമാക്കി ഇരിക്കുന്ന ഒന്നല്ല. അതിൻ്റെ ലെൻസ്, അതിൻ്റെ മൊഡ്യൂൾസ്, സെൻസറിൻ്റെ വലിപ്പം, പിക്സലിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അതിൻ്റെ അപ്പേർച്ചറിൻ്റെ വലിപ്പം തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു നല്ലൊരു ക്യാമറ മൊബൈലാണ് എങ്കിൽ, ഒരു മൊബൈൽ വാങ്ങുമ്പോൾ നല്ല ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഘടകങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു പുതിയൊരു മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അതായത് മൊബൈലിൻ്റെ മെഗാ പിക്സലിനെ കുറിച്ചും അതുപോലെ തന്നെ അപ്പേച്ചറിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം ഒരു നല്ലൊരു ക്യാമറ മൊബൈൽ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുമെന്ന്. അതായത് മൊബൈൽ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അതിലിരിക്കുന്ന ക്യാമറ നല്ലതാണോ എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയുടെ പിക്സൽ മെഗാ പിക്സലാണ്. അത്രത്തോളം കൂടിയ മെഗാ പിക്സലുള്ള ക്യാമറയാണോ നിങ്ങൾ വാങ്ങുന്നത്, ക്യാമറ മൊബൈലാണോ വാങ്ങുന്നത്, അത്രത്തോളം നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അധികം മുഖേന സാധിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മെഗാ പിക്സൽ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നല്ല വീഡിയോസും ഇമേജസും നമുക്ക് ലഭ്യമാകും, ക്വാളിറ്റി നല്ല കിട്ടും. എന്നാൽ മെഗാ പിക്സൽ മാത്രം നല്ലതായതുകൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു ക്യാമറയാണ് അതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന അപ്പേർച്ചറിൻ്റെ വലിപ്പം ആണ്. നമുക്കറിയാം അപ്പേർച്ചർ എന്ന് പറയുന്ന ഹോൾ അതല്ലെങ്കിൽ ദ്വാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതായത് നമുക്ക് വെളിച്ചം, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ വെളിച്ചം ക്യാമറയിലേക്ക് കടത്തിവിടുന്ന ഒരു ഹോളിനെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. അത് എത്രത്തോളം വലിപ്പം ഉണ്ടാവുന്നുവോ അത്രത്തോളം ക്യാമറയുടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആൻഡ് ഇമേജസ് ആൻഡ് അതിൻ്റെ ക്വാളിറ്റിയും കൂടുമെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വെളിച്ചം കയറ്റി വിടുവാനുള്ള വലിപ്പം അതിൻ്റെ അപ്പേർച്ചറിന് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസും നമുക്ക് ലഭ്യമാകും. അപ്പോൾ അപ്പേർച്ചറിൻ്റെ വലിപ്പം വളരെയേറെ പ്രധാനമായി നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പേർച്ചറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പേർച്ചറിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഷോപ്പിലെ നമ്മൾ സെയിൽസ്മാനോട് ചോദിക്കാൻ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല, അവർ പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ അപ്പേർച്ചറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മൊബൈലാണോ വാങ്ങുന്നത് ആ മൊബൈലിൻ്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ ഗൂഗിളിലും മറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പേർച്ചറിൻ്റെ വലിപ്പം. നമ്മൾ മെഗാ പിക്സലിൻ്റെ വലിപ്പം കാണുന്നത് പോലെ തന്നെയാണ് അപ്പേർച്ചറിൻ്റെ വലിപ്പം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ കാണാൻ സാധിക്കും അപ്പേർച്ചറിൽ എന്ന് പറയുന്നതിൽ F/1.8, F/2. അതുപോലെ തന്നെ അങ്ങനെ ഒരു F* എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ അപ്പേർച്ചറിൻ്റെ വലിപ്പം കാണുക. അപ്പോൾ അപ്പേർച്ചറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം F*, അതായത് എഫിൻ്റെ റേറ്റ് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നമുക്ക് അപ്പേർച്ചറിൻ്റെ വലിപ്പം കൂടുന്നു എന്നാണ് അർത്ഥം. അതായത് F1.8 കൂടുതൽ വെളിച്ചം അല്ലെങ്കിൽ F1.8 അപ്പേർച്ചറിൻ്റെ വലിപ്പം കൂടുതലാണ് F1.5. 1.5 കൂടുതൽ വലിപ്പമുള്ളതാണ് 1.3. അതായത് എഫ് റേറ്റ് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അപ്പേർച്ചറിൻ്റെ വലിപ്പം കൂടും എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളൊരു ഒരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് ക്യാമറയുടെ കാര്യത്തിൽ അപ്പേർച്ചറിനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം കുറഞ്ഞ റേറ്റ് ഉണ്ടോ അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക. കുറഞ്ഞ റേറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അതായത് റേറ്റ് കൂടുന്തോറും F*ന്റെ റേറ്റ് കൂടുന്തോറും
അപ്പേർച്ചറിന്റെ വലിപ്പം കുറഞ്ഞു വരും എന്നുള്ളതാണ്. എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അപ്പേർച്ചറിന്റെ വലിപ്പം കൂടി വരികയും ചെയ്യും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് f2.2 ആണ് ഒരു ക്യാമറയുടെ അപ്പേർച്ചറിന്റെ വാല്യൂ എങ്കിൽ, അപ്പോൾ f2.2 കാട്ടി അപ്പേർച്ചറിന്റെ വലിപ്പം കൂടുതലായിരിക്കും f1.7. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു ക്യാമറ മൊബൈൽ വാങ്ങുന്ന സമയത്ത് നിങ്ങളൊരു പുതിയൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അപ്പേർച്ചറും അതുപോലെ തന്നെ മെഗാ പിക്സലും ചെക്ക് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ മൊബൈൽ തന്നെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അപ്പേർച്ചറിന്റെ കാര്യത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഒരു ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത് വെളിച്ചമാണ്. എത്രത്തോളം വെളിച്ചം നമുക്ക് കിട്ടുന്നുവോ അത്രത്തോളം മികവുറ്റ വീഡിയോസും ഇമേജസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം വെളിച്ചം നമുക്ക് ക്യാമറയിലേക്ക് കടത്തിവിടാൻ സാധിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ മൊബൈലിന്റെ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അത് കയറ്റി വിടുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ അപ്പേർച്ചർ എന്ന് പറയുന്ന ആ ഒരു ദ്വാരം അല്ലെങ്കിൽ ഹോൾ വഴിയാണ്, ക്യാമറയുടെ ഹോൾ വഴിയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മെഗാ പിക്സൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, ഒരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ക്യാമറയുടെ മെഗാ പിക്സൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്പേർച്ചർ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. വലിപ്പം കൂടിയ അപ്പേർച്ചർ തന്നെ വാങ്ങുക. വലിപ്പം കൂടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. f എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അപ്പേർച്ചറിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ അതിന് റീപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ മറ്റു ഘടകങ്ങളെക്കുറിച്ച്, അതായത് ലെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പിക്സലിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റു ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല വീഡിയോസുകളായിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം.